എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണല്ലേ, നമ്മുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഡേ ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2026 ജനുവരി മുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു വർഷം ഫുള്ളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി മുതൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജനുവരി 1 മുതൽ 7 വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഓക്കെ, നോക്കാം നമുക്ക്. ആദ്യം നിയമനങ്ങളും വ്യക്തികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏതൊക്കെയാണ്? ഇന്ത്യൻ വ്യോമസേന ഉപമേധാവിയായിട്ട് ചുമതലയേറ്റത് എയർ മാർഷൽ നാഗേഷ് കപൂറാണ്. ആരാണ്? നാഗേഷ് കപൂർ. വ്യോമസേനയാണ്, ശ്രദ്ധിക്കണം. ഇന്ത്യൻ വ്യോമസേന ഉപമേധാവിയായി 2026 ജനുവരി 1 എയർ മാർഷൽ നാഗേഷ് കപൂർ ചുമതലയേറ്റത്. ഓക്കെ, എത്രാമത്തെയാണ് അദ്ദേഹം? 50ാമത്തെ ഉപമേധാവിയാണ് കേട്ടോ. വൈസ് ചീഫ് ഓഫ് എയർ സ്റ്റാഫാണ്. 50ാമത് ഉപമേധാവിയാണ്. ഇദ്ദേഹത്തിന് മുൻഗാമിയായിരുന്നത് ആരാണ്? നർമ്മദേശ്വർ തിവാരിയാണ് കേട്ടോ. നർമ്മദേശ്വർ തിവാരി വിരമിച്ച ഒഴിവിലാണ് ആര് വരുന്നത്? നാഗേഷ് കപൂർ വരുന്നത്. പിന്നെന്താണ് ഇദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്? 3400 മണിക്കൂറിലധികം വിമാനം പറത്തി പരിചയമുള്ള ഇദ്ദേഹത്തിന് PVSM ഏതൊക്കെയാണ്? PVSM, AVSM, ദെൻ പിന്നെന്താണ് SYSM, VM എന്നീ ബഹുമതികൾ നേടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ PVSM, SYSM എന്നൊക്കെ പറയുന്നത് അല്ലേ? നമുക്ക് നോക്കാം. PVSM എന്ന് പറയുന്നത് പരം വിശിഷ്ട സേവാ മെഡലാണ്. എന്താണ്? പരം വിശിഷ്ട സേവാ മെഡൽ. ഓക്കെ, പിന്നെ AVSM എന്ന് പറയുന്നത് അതിവിശിഷ്ട സേവാ മെഡലാണ്. ഒരു എക്സെപ്ഷണൽ സർവീസിനൊക്കെ കൊടുക്കുന്നതാണ് അതിവിശിഷ്ട സേവാ മെഡൽ. ദെൻ SYSM എന്ന് പറയുന്നത് സർവോത്തം യുദ്ധ സേവാ മെഡലാണ്. വാർ ടൈമിലൊക്കെ ഉള്ളത്. എന്താണ്? സർവോത്തം യുദ്ധ സേവാ മെഡലാണ്. ഇനി VM എന്ന് പറയുന്നത് വായുസേന മെഡലാണ്. വായുസേന മെഡൽ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും ബഹുമതികളുള്ള ആളാണ് ആര്? നാഗേഷ് കപൂർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ. ആദ്യം സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി മലയാളിയായ ആരാണ്? ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് കേട്ടോ. മലയാളിയാണ്, കണ്ണൂർ സ്വദേശിയാണ്. ഇദ്ദേഹം നമ്മുടെ സിക്കിം ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്നതിന് തൊട്ട് മുമ്പ് കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേട്ടോ. സൗമൻ സെൻ. മുമ്പ് കൊൽക്കത്ത ഹൈക്കോടതിയിലായിരുന്നു സൗമൻ സെൻ. എത്രാമത്തെ വ്യക്തിയാണ്? 40ാമത്തെ വ്യക്തിയാണ്. കേരള ഹൈക്കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന 40ാമത്തെ വ്യക്തിയാണ് സൗമൻ സെൻ കേട്ടോ. 40ാമത്തെ വ്യക്തിയാണ്. കേരള ഹൈക്കോടതി നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1 കേട്ടോ. നവംബർ 1 അറിയാമല്ലോ. ഇനി പിന്നെ ഏതാണ് നമുക്കുള്ളത്? അടുത്ത നിയമനം സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡ് മേധാവിയായിട്ട് എയർ മാർഷൽ തേജീന്ദർ സിംഗ് ആണ് കേട്ടോ. തേജീന്ദർ. ഇതിൻ്റെ ആസ്ഥാനം ഗുജറാത്തിലെ ഗാന്ധിനഗറാണ്. ഇനി FCIയുടെ ചെയർമാൻ ആൻഡ് MD ആരാണ്? രവീന്ദ്രകുമാർ അഗർവാൾ ആണ്. FCI സ്ഥാപിതമായത് എന്നാണ്? 1965 കേട്ടോ. 65 ജനുവരി 14. ഇതിൻ്റെ ആദ്യത്തെ ആസ്ഥാനം ചെന്നൈ ആയിരുന്നു. ഇപ്പോൾ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പോൾ ഇത് രണ്ടും, ഈ സിക്കിമും കേരളയും മറന്നു പോരുത്. സിക്കിമിലെ മുഹമ്മദ് മുഷ്താഖും കേരളത്തിലെ സൗമൻ സെൻ 40ാമത്തെ ചീഫ് ജസ്റ്റിസാണ്. ഇനിയും കേരളത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. ആദ്യം പ്രഥമ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനത്തിന് വേദിയായത് കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയാണ്. ഓക്കെ, ഇനി എല്ലാ വർഷവും ജനുവരി 4 ഇതിൻ്റെ ദിനാചരണം. തുടക്കം കുറിച്ചത് 2026 അതുകൊണ്ടാണ് പ്രഥമ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനം എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ പ്രഥമ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനത്തിൻ്റെ വേദി ഏതാണ്? കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയാണ്. ചോദിക്കുക കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും വലിയ എന്താണ് കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഞ്ചരക്കണ്ടിയിലല്ലേ? അതെ, കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ്. പിന്നെ എന്ത് പറയാം നമുക്ക്? ഈ പ്രഥമ സംസ്ഥാന രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഏത് വകുപ്പാണ്? കേരള രജിസ്ട്രേഷൻ വകുപ്പാണ്. എന്താണ് അതിൻ്റെ പ്രാധാന്യം?
രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ 160-ാം വാർഷികത്തിൻ്റെ ഭാഗമായാണ് ഈ ജനുവരി 4 എന്ന ദിനാചരണം ആരംഭിച്ചത് കേട്ടോ. അത് ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിലെ തന്നെ പിന്നെ ഏറ്റവും പഴക്കമേറിയതും ഏഷ്യയിലെ ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഞ്ചരക്കണ്ടിയിലാണ്. അടുത്തത് സ്റ്റാർട്ടപ്പ് ഹബ്ബ് ഇതാണ്. എന്താ ക്വസ്റ്റ്യൻ എന്നല്ല, ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകളുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പുതിയ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല ഏതാണ്? എറണാകുളമാണ്. ഇനി അമൃതം ന്യൂട്രിമിക്സ്, അതായത് കുടുംബശ്രീയുടെ ഈ ഉൽപ്പന്നം ആ സമയത്ത് നമ്മുടെ ലക്ഷദ്വീപിലേക്കും വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ജാനുവരിയിലെ കറണ്ട് അഫയേഴ്സ് അല്ലേ? ആയിരുന്നു കേട്ടോ. ഇപ്പോൾ കുടുംബശ്രീ വഴി 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ പോഷകാഹാരം കൊടുക്കുന്നത്. ആ പദ്ധതി നിലവിൽ വന്നത് എന്നാണെന്നറിയാവോ? 2006 കേട്ടോ. 2006 നിലവിൽ വന്നത്. ഇനി പിന്നെ ചീനക്കൊട്ടാരം എവിടെയാണ്? ചീനക്കൊട്ടാരം കൊല്ലത്താണ് അല്ലേ? എന്താണ് ചീനക്കൊട്ടാരം പറയാനുള്ള കാരണം? കറണ്ട് അഫയേഴ്സിൽ എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. അതായത് ഈ ജനുവരിയിൽ കേന്ദ്ര ടൂറിസം സഹമന്ത്രിയായ സുരേഷ് ഗോപിയും പിന്നെ കൊല്ലം MP NK പ്രേമചന്ദ്രൻ, മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ എന്നിവരൊക്കെ ഈ തകർന്നുകൊണ്ടിരിക്കുന്ന കൊട്ടാരം നേരിട്ട് സന്ദർശിക്കുകയും അതിൻ്റെ നവീകരണത്തിനായി കേന്ദ്ര റെയിൽവേ മന്ത്രിയായ അശ്വിനി വൈഷ്ണവുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ കേന്ദ്ര റെയിൽവേയുടെ ഉടമസ്ഥതയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ടൂറിസം വകുപ്പിൻ്റെ സഹകരണത്തോടെ ഇത് സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് ഈ സന്ദർശനത്തോടെ ഒരു തുടക്കമായി. അതുകൊണ്ടാണ് ഇതിന് കറണ്ട് അഫയേഴ്സ് ആയിട്ടൊരു പ്രാധാന്യം വരുന്നത്. അപ്പോൾ അതെവിടെയാണ്? കൊല്ലത്താണ് കേട്ടോ. കൊല്ലത്താണ്. ഇനി കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ കൊട്ടാരം പണി കഴിപ്പിച്ചതാരാണ്? ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ് കേട്ടോ. അതും കൂടി ഓർത്തിരിക്കുക. ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. അടുത്ത ഹെഡിങ് ക്രിമിനൽ കേസും അയോഗ്യതയും. ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? ആൻ്റണി രാജു അല്ലേ? കോടതി ശിക്ഷയെ തുടർന്ന് MLA സ്ഥാനം നഷ്ടമാകുന്ന കേരളത്തിലെ ആദ്യ വ്യക്തി ആരാണ്? ആൻ്റണി രാജുവാണ്. അതേത് നിയമപ്രകാരമാണ്? ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ 8(3) പ്രകാരം. റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1951 ഇതാണ് ജനപ്രാതിനിധ്യ നിയമം. സെക്ഷൻ 8(3) പ്രകാരം 2 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കുന്ന ജനപ്രതിനിധികൾ അയോഗ്യരാക്കപ്പെടുന്നുണ്ട്. ഓക്കെ. ഈ ആൻ്റണി രാജു പ്രതിനിധീകരിച്ച മണ്ഡലം തിരുവനന്തപുരമായിരുന്നു കേട്ടോ. ഇതൊക്കെ കുറച്ച് പിള്ളേരൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ജനുവരി ആയതുകൊണ്ടല്ലേ, ഇപ്പം മെയ് ആയി, പഠിച്ചിട്ടുണ്ടാവും. അവർക്കൊരു റിവിഷൻ എന്ന രീതിയിലും അല്ലാത്തവരെന്ത് ചെയ്യുക? പഠിച്ചെടുക്കുക. ഇനി നമുക്ക് ദേശീയത്തിലേക്ക് പോകാം. 7 ദിവസത്തെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് അത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. നോക്കാമല്ലോ. ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആദ്യം 77ാമത് റിപ്പബ്ലിക് ദിനം അല്ലേ? ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനമായിരുന്നു 2026 ജനുവരി 26. അപ്പം ഏറ്റവും ആദ്യം അതായത് റിലേറ്റ് ചെയ്ത് ആരൊക്കെയാണ് എന്നുള്ളത് പറയുള്ളതാണ്. അതിഥികൾ ആരൊക്കെയാണ്? ഉർസുല വോൺ ഡെർ ലെയൻ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡൻ്റാണ് കേട്ടോ. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡൻ്റാണ് ഉർസുല വോൺ ഡെർ ലെയൻ. പിന്നെയുള്ളത് പോർച്ചുഗലിലെ മുൻ പ്രധാനമന്ത്രിയായ ആൻ്റോണിയോ കോസ്റ്റ. ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനമാണ് 2026 ജനുവരി 26. ഇനി ട്രെയിൻ സർവീസുകളുടെ എന്തൊക്കെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു? ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കുന്നത് ഗുവാഹത്തി കൊൽക്കത്ത. എവിടെയാണ്? ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിലാണ് കേട്ടോ. വന്ദേ ഭാരത് സ്ലീപ്പർ മാറിപ്പോകരുത്. ഇന്ത്യയിൽ ആദ്യത്തെ സാധാരണ വന്ദേ ഭാരത് അതായത് സിറ്റിംഗ് വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചത് ന്യൂഡൽഹി വാരണസി റൂട്ടിലായിരുന്നു. ഓക്കെ. ഇത് സ്ലീപ്പറാണ്. അത് ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിൽ. മറ്റേത് 2019 ഫെബ്രുവരി 15 സിറ്റിംഗ് അതായത് സാധാരണ വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചത്. ഓക്കെ. ഇനി ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ എവിടെയാണ്? പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ഹരിയാനയിലാണ് കേട്ടോ. ഹരിയാനയിൽ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ ഹരിയാനയിലാണ് കേട്ടോ. അത് ഓർത്തു വയ്ക്കാം. ഹരിത ഊർജ്ജ പദ്ധതിയുടെ ഭാഗമായിട്ട് ഹരിയാനയിലെ ജിന്ദ് പിന്നെ സോനീപത് റൂട്ടിലാണ് ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ട്രയൽ റൺ നടത്തിയത്. ഇനി അതല്ല, ലോകത്തിൽ ആദ്യമായി ഹൈഡ്രജൻ ട്രെയിൻ ഓടിച്ച രാജ്യം ഏതാണ്? ലോകത്തിൽ ജർമ്മനിയാണ് കേട്ടോ. ഏതാണ്? ജർമ്മനി. ലോകത്തിൽ ജർമ്മനി. ഓക്കെ. പിന്നെ ആദ്യ
ചേരിരഹിത നഗരമാകാൻ ഒരുങ്ങുന്നത് സൂറത്താണ് കേട്ടോ, അത് ഓർത്തു വയ്ക്കാം. ഇനി നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ആക്ട് പ്രാബല്യത്തിൽ വന്നത് 2026 ജനുവരി 1 എന്താണത്? നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ആക്ട് എന്ന് പറയുന്നത് കായിക രംഗത്തെ അഴിമതികൾ തടയുവാനും സുതാര്യത ഉറപ്പാക്കുവാനുമായിട്ട് ഒരു ദേശീയ കായിക ബോർഡും കായിക തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു ട്രിബ്യൂണലും സ്ഥാപിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണ് നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ആക്ട് എന്ന് പറയുന്നത്. 2026 ജനുവരി 1 ഇത് പ്രാബല്യത്തിൽ വന്നത്. ഓക്കെ, ഇനി സയൻസ് ആൻഡ് ടെക്നോളജിയെ റിലേറ്റ് ചെയ്തിട്ട് പ്രളയ മിസൈൽ അല്ലേ, DRDO ഒഡീഷ തീരത്ത് വിജയകരമായി സാൽവോ പരീക്ഷണം നടത്തി. എവിടെയാണ്? ഒഡീഷ തീരത്ത്. DRDO ഒഡീഷ തീരത്ത് നടത്തിയതാണ് പ്രളയ. ഇതൊരു ഷോർട്ട് റേഞ്ച് ബലിസ്റ്റിക് മിസൈലാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഉപരിതലത്തിൽ നിന്നും ഉപരിതലത്തിലേക്ക് തൊടാവുന്നതാണ്. അതായത് സർഫേസ് ടു സർഫേസ് ആണ്. സർഫേസ് ടു സർഫേസ് ഷോർട്ട് റേഞ്ച് ബലിസ്റ്റിക് മിസൈലാണ്. ഓക്കെ, ഇതിൻ്റെ പ്രഹരശേഷി എന്ന് പറയുന്നത് 150 to 500 കിലോമീറ്റർ ആണ്. ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ചൈനയുടെ ഡോങ്ഫെങ് 12. ചൈനയുടെ ഡോങ്ഫെങ് 12, പിന്നെ റഷ്യയുടെ ഇസ്കന്ദർ എന്നീ മിസൈലുകൾക്ക് സമാനമാണ് ഇത് പ്രളയ എന്ന് പറയുന്ന ഈ മിസൈൽ. അതും കൂടി ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് നോക്കാനുള്ളത് പാത്ജിനി സോഫ്റ്റ്വെയർ. എന്താണത്? മയക്കുമരുന്ന് കണ്ടെത്തലുകൾ വേഗത്തിലാക്കാൻ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം വികസിപ്പിച്ചെടുത്തതാണ് പാത്ജിനി സോഫ്റ്റ്വെയർ. ആ പേരൊന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ, സ്പെല്ലിങ്ങും കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. ഇനി ഇൻ്റർനാഷണൽ വാർത്തയിലേക്ക് പോകുമ്പോൾ നിയമപരമായ അവകാശം കൊടുത്തിട്ടുള്ളത് ഏതിനാണ്? ഒരു പ്രാണി. ഏത് പ്രാണിയാണ്? ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസിന് നിയമപരമായ വ്യക്തിത്വം നൽകുകയുണ്ടായി. അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. തേനീച്ചയാണ് കേട്ടോ, ബീസാണത്, ബീസ്. ഇതിനു മുമ്പ് വേറൊരു നദിക്ക് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? അത് മാക്പി നദിയാണ്. കാനഡയിലുള്ള മാക്പി റിവർ. അത് 2021 മാക്പി നദിക്ക്, കാനഡയിലെ ക്യൂബക് പ്രവിശ്യയിലുള്ള മാക്പി നദിക്ക് നിയമപരമായ വ്യക്തിത്വം, അല്ലെങ്കിൽ എന്ത് പറയും, മനുഷ്യന് തുല്യമായ അവകാശങ്ങൾ പ്രഖ്യാപിച്ചത് കേട്ടോ. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ? അവരെ സംരക്ഷിക്കാൻ വേണ്ടി. അപ്പം ഇതാണെങ്കിൽ ഈ നദിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഓർത്തിരുന്നുള്ളൂ. ഇനി യൂറോ ഔദ്യോഗിക കറൻസിയായി സ്വീകരിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ബൾഗേറിയ? 21ാമത്തെ രാജ്യമാണ്. അങ്ങനെയാണെങ്കിൽ 20ാമത്തെ രാജ്യം ഏതായിരുന്നു? അത് ക്രൊയേഷ്യ ആയിരുന്നു കേട്ടോ. ക്രൊയേഷ്യ ആയിരുന്നു 20ാമത്തെ രാജ്യം. 21ാമത്തെ രാജ്യം ബൾഗേറിയയാണ്. ക്രൊയേഷ്യ 2023 ജനുവരി 1 യൂറോ സ്വീകരിച്ചത്. ഇനി യൂറോ കറൻസി നിലവിൽ വന്ന വർഷം അറിയാവോ? 1999 പക്ഷേ നാണയങ്ങളും നോട്ടുകളും പ്രചാരത്തിലായത് 2002 കേട്ടോ. ഓക്കെ, ഇനി തപാൽ നിർത്തലാക്കിയത്, അതായത് സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകൾ നിർത്തലാക്കിയ ആദ്യ രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ് കേട്ടോ. ഡെൻമാർക്കാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ മാറുകയാണ് ഉണ്ടായത്. ഇനി സോഷ്യൽ മീഡിയ നിയന്ത്രണമായി റിലേറ്റ് ചെയ്ത് എന്തായിരുന്നു കറണ്ട് അഫയേഴ്സ്? 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ആര് തീരുമാനിച്ചിരുന്നു? ഫ്രാൻസ് തീരുമാനിച്ചിരുന്നു. അതായിരുന്നു വാർത്തയിൽ ഉണ്ടായിരുന്നത്. അതിനു മുന്നേ വേറൊരെണ്ണമുണ്ട്. ഏതാണ്? ലോകത്തിൽ ആദ്യമായി 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ പൂർണ്ണമായി നിരോധിച്ച രാജ്യമുണ്ടായിരുന്നു. അത് ഏതാണെന്നറിയാവോ? എന്നാണ്? ഓസ്ട്രേലിയയാണ് കേട്ടോ. ഓസ്ട്രേലിയ, അതും കൂടി ഓർത്തിരുന്നുള്ളൂ. ഓസ്ട്രേലിയ 2024 ഇതിനായുള്ള നിയമം പാസ്സാക്കിയത്. അപ്പോൾ ഫസ്റ്റ് ഓസ്ട്രേലിയയാണ്, അതിന് തൊട്ട് പിന്നാലെയാണ് ഫ്രാൻസിൻ്റെ ഈ നീക്കം എന്ന് പറയുന്നത്. ഇനി കായികവും പുരസ്കാരങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യം വൈഭവ് സൂര്യവംശി. എന്താണ്? ഏറ്റവും പ്രായം കുറഞ്ഞ
ഏകദിന ക്യാപ്റ്റൻ അല്ലെ, ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റനായി, യൂത്ത് ഏകദിന ക്യാപ്റ്റനായി വൈഭവ് സൂര്യവംശി മാറി. എന്തുകൊണ്ടാണ്? ശരിക്കും 2026 അണ്ടർ-19 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയുഷ് മൽഹോത്രയെയാണ്. എന്നാൽ ലോകകപ്പിന് മുന്നോടിയായിട്ട് ഈ ജനുവരി ആദ്യവാരമൊക്കെ നടന്ന ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ ആയുഷ് മൽഹോത്രയ്ക്ക് പരിക്കേറ്റതിനാൽ വൈഭവ് സൂര്യവംശി എന്തായി മാറി? ആ ടീമിനെ നയിച്ചു. അതുകൊണ്ടാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ എന്ന നിലയിൽ വൈഭവ് സൂര്യവംശിയുടെ പേര് വരുന്നത്. ഇനി ദീപ്തി ശർമ്മയെ പറ്റിയിട്ട് എന്താണ്? വനിതാ 2020 റെക്കോർഡ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരമാണ് ദീപ്തി ശർമ്മ. ഓക്കെ, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത്, ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ ക്യാപ്റ്റൻ ആണെങ്കിൽ അത് ഹർമൻപ്രീത് കൗർ ആണ് കേട്ടോ. അന്താരാഷ്ട്ര 2020 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ താരം ദീപ്തി ശർമ്മയും ഹർമൻപ്രീത് കൗർ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ 2020 മത്സരങ്ങൾ കളിച്ച ക്യാപ്റ്റനുമാണ്. അത് തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ, പുരസ്കാരങ്ങളിലേക്ക് പോകുവാണെങ്കിൽ അരുന്ധതി റോയ്ക്കാണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം, ആദ്യ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ്. പ്രശസ്ത എഴുത്തുകാരൻ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ സ്മരണാർത്ഥം നൽകുന്നതാണ് ഈ പുരസ്കാരം. അരുന്ധതി റോയുടെ പ്രശസ്തമായ കൃതിയാണിത്. ബുക്കർ സമ്മാനം നേടിയ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അല്ലേ. കോട്ടയത്തിൻ്റെ ഐമനം ഗ്രാമമാണ് ഇതിൻ്റെ പശ്ചാത്തലമായിട്ടുള്ളത്. ഇനി ലാസ്റ്റ് കറണ്ട് അഫയേഴ്സ് ആണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്തിന് ഏത് അവാർഡാണ് ലഭിച്ചത്? മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രൊജക്ട് എക്സലൻസ് അവാർഡ്. ഇപ്പോൾ നാഷണൽ പ്രൊജക്ട് എക്സലൻസ് അവാർഡ് ലഭിച്ചത് വിഴിഞ്ഞം തുറമുഖത്തിനാണ് അല്ലേ. വേറെ എന്തൊക്കെയാണ്? ഔദ്യോഗിക നാമം എന്താണ്? വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ഡീപ്പ് വാട്ടർ മൾട്ടിപർപ്പസ് സീ പോർട്ട് എന്നാണ് കേട്ടോ. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ഡീപ്പ് വാട്ടർ മൾട്ടിപർപ്പസ് സീ പോർട്ട് എന്നാണ്. ഇത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാതൃക, അതായത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഏതാണ് നിർമ്മാണ കമ്പനി? അദാനിയാണ് അല്ലേ. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ ആഴം എത്രയാണ്? 20 to 24 മീറ്ററാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ മെഗാമാക്സ് കണ്ടെയ്നർ കപ്പലുകൾക്ക് വരെ ഇവിടെ എളുപ്പത്തിൽ അടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ അന്താരാഷ്ട്ര കപ്പൽ ചാലി, അതായത് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈനിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ, അതായത് ഏകദേശം 18 കിലോമീറ്റർ മാത്രം അകലെയാണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക. പിന്നെ ആദ്യ കപ്പൽ വന്നത് കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അന്നാണ് വന്നത് 2023 ഒക്ടോബർ 12 അല്ലേ. ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 15 എന്ന ക്രെയിൻ വഹിച്ചുകൊണ്ടുള്ള കപ്പലാണ് വിഴിഞ്ഞത്ത് ആദ്യമായി അടുത്തത്. ഈ തുറമുഖത്തിൻ്റെ ട്രയൽ റൺ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. അതെന്നാണ് 2024 ജൂലൈ 12 കേട്ടോ. ജൂലൈ 12. പിന്നെ ഘട്ടം ഘട്ടമായുള്ള ട്രയൽ റണ്ണുകൾക്ക് ശേഷം 2024 ഡിസംബറോടെ തുറമുഖം പൂർണ്ണസജ്ജമായി വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് പോർട്ടാണ് കേട്ടോ ഇത്. പൂർണ്ണമായും കമ്പ്യൂട്ടർ നിയന്ത്രിത ക്രെയിനുകൾ പ്രവർത്തിക്കുന്ന തുറമുഖമാണ് ഇത് വിഴിഞ്ഞം. പിന്നെ ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം കൂടിയാണിത്. ഓക്കെ, ഇത് നിലവിൽ വന്നതോടെയാണ് കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുറമുഖങ്ങളെ ആശ്രയിക്കാതെ ഇന്ത്യയിലേക്കുള്ള വലിയ മദർ കപ്പലുകൾക്ക് നേരിട്ട് വിഴിഞ്ഞത്ത് ചരക്കിറക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഓർത്തിരിക്കുക, 2025 ദേശീയ പുരസ്കാരം പ്രൊജക്ട് മാനേജ്മെൻറ്റിലായിരുന്നു ലഭിച്ചത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ വീക്ക്ലി കറണ്ട് അഫയേഴ്സുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണുക. മൺഡേ ഉള്ള എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്യുക കേട്ടോ. എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഇതുവരെ എടുത്ത SCRT ക്ലാസ്സുകൾ, പിന്നെ ടെലിഗ്രാമിൽ തരുന്ന വൊക്കാബുലറി, ഈ കറണ്ട് അഫയേഴ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക. എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.